ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മാത്സ് പഠിക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാത്സ് ൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ് പോലെ തന്നെ ഈ ലാംഗ്വേജിൻ്റെ ബേസിക് നമ്പേഴ്സ് ആണല്ലോ. അപ്പം നമ്പേഴ്സ് സിസ്റ്റത്തെക്കുറിച്ച് ഒന്ന് ഓവറോൾ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്, എന്തിനായിരിക്കും നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? പണ്ട് കാലത്ത് മനുഷ്യർ അവരുടെ കയ്യിലുള്ള സാധന സാമഗ്രികളുടെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട്, ഇങ്ങനെയാണ് പറയുക, അവർ കന്നുകാലികളെയൊക്കെ വളർത്താൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ നമ്പേഴ്സിന് ആവശ്യം വന്നത്. ഈ കന്നുകാലികളെയൊക്കെ മേയാൻ വിട്ടിട്ട് അവർ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു എണ്ണം ശരിയാണോ എന്നറിയാൻ, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നറിയാൻ ഒക്കെയാണ് ഈ കന്നുകാലികളെയൊക്കെ എണ്ണാൻ വേണ്ടിയിട്ടാണ് നമ്പേഴ്സ് കണ്ടുപിടിച്ച് തുടങ്ങിയെന്നാണ് പറയാം. അപ്പോൾ അന്ന് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്പേഴ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്തതും കണ്ടുപിടിച്ചതും. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സാണ് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട. കാരണം ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ലല്ലോ. ഞാൻ മാത്സിൽ നിങ്ങൾ 1 2 3 എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും സയൻസിൻ്റെ ഡിസിപ്ലിൻസിൽ കാണിച്ചു തരാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമല്ല, ഇല്ലാത്ത അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ് അല്ലേ. നമ്മളായിട്ട് എന്തിനെയോ ഒന്നിനെയോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ചിഹ്നങ്ങൾ പോലെ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ ഈ നമ്പർ എന്ന് പറയുന്നത്. 1നെയോ 2നെയോ ഒന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. ഫിസിക്സിലെയോ അല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ സബ്ജക്റ്റുകളിലോ ഓരോ സാധനങ്ങൾ കാണിച്ചു തരുന്ന പോലെ കാണിച്ചു തരാൻ പറ്റിയ ഒരു സാധനമല്ല ഇത്, അല്ലേ. ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ മാത്സ് മൊത്തം നമ്മളുടെ ഒരു അബ്സ്ട്രാക്റ്റ് ഒരു വേൾഡിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സിസ്റ്റിംഗ് ഫിനോമിന, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ബേസിക് ലാംഗ്വേജ് ആണ്. വേറെ ഏത് ടെക്നോളജി ആണെങ്കിലും സയൻസ് ആണെങ്കിലും സയൻസിൻ്റെ ടെക്നോളജിയുടെയൊക്കെ ലാംഗ്വേജ് ആണ് മാത്സ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എനിക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 1 2 3 ഒക്കെ. അപ്പോൾ ഇങ്ങനെ എണ്ണാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായത് കൗണ്ടിങ് നമ്പേഴ്സാണ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുക? കൗണ്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നമ്പേഴ്സാണ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 2 3 4 അങ്ങനെ 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 വലുതായി 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 അല്ലേ, 6 7 8 9 10 ഇതൊക്കെയാണ് കൗണ്ടിങ് നമ്പേഴ്സ്. ഈ 10 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇനിയുള്ളതൊക്കെ ഈ 10ൻ്റെ അടുത്തത് 10 + 1, പിന്നെ 10 + 2, അങ്ങനെ ഈ ആകെ 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സാണ് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പേഴ്സ് എഴുതാൻ വേണ്ടി, ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 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 ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരെയും പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ ഞാൻ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. n യൂഷ്വലി അത് ഡിനോട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് n എന്നാണ്. സ്ക്രിപ്റ്റ് n ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ കൗണ്ടിങ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഓർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വിചാരിക്കേണ്ട. സെറ്റ് എന്ന് പറയുന്നത് മാത്സിൽ കുറച്ച് എലമെൻസിനെ എല്ലാം കൂടെ ഒറ്റൊരു ഗ്രൂപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ സെറ്റ് ഓഫ് മെമ്പേഴ്സിന്, ആ കളക്ഷൻ ഓഫ് എലമെൻസിനെ നമ്മളൊരു ബ്രാക്കറ്റ്സിന്, ഒരു പെയർ ഓഫ് കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ എൻക്ലോസ് ചെയ്ത് എഴുതും. ഇവയെല്ലാം കൂടി ഒരു ഒറ്റ ഗ്രൂപ്പാണെന്ന് കാണിക്കാൻ ആ കളക്ഷനെ പറയുന്ന പേരാണ് ഒരു സെറ്റ്. വേറൊരു കളക്ഷൻ, വേറൊരു സെറ്റ്, അത്രേ ഉള്ളൂ. സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കളക്ഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ്. ഇനി നമ്പേഴ്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ബൈനറി ഓപ്പറേഷനായ അഡിഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വന്നു. അഡീഷൻ എന്തിനായിരിക്കും ഡിഫൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക? അഡീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്. ഇപ്പം കന്നുകാലികളുടെ തന്നെയാണെന്നിരിക്കട്ടെ, 2 ആടുണ്ട്. മറ്റൊരാൾ ഇയാൾക്കൊരു 3 ആടിനെ, അയാളുടെ ഒരു 3 ആടിനെ കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് എത്ര ആടുണ്ട്? ആദ്യം 2 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം കൂടി കിട്ടി. അപ്പോൾ 2 + 3 5 ആയി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു
ആഡ് ചെയ്യപ്പെടാൻ ഉള്ളതിനോട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിനോട് കുറച്ച് എണ്ണം കൂടെ കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും ഇത് ആഡ് ചെയ്തപ്പോൾ എത്രയായി എന്ന ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണ് അഡീഷൻ എന്നുള്ളൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണത്. അപ്പോൾ അഡീഷൻ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു. ഓരോ യൂണിറ്റ് കൂടുതലാണ്, 1നോട് 1 കൂട്ടിയിട്ടാൽ 2 കിട്ടും, പിന്നെ 1 കൂട്ടിയാൽ 3 കിട്ടും. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിലും കൂട്ടാൻ പറ്റും, കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. അങ്ങനെയുള്ള സെറ്റുകൾ ഒരു സെറ്റിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന റിസൾട്ടും ആ സെറ്റിലെ തന്നെ ഒരു എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുക ആ സെറ്റ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദാറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. അങ്ങനെ നോക്കാനാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എടുത്താലും ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുക. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തിരിച്ചു പോകേണ്ടി വരും അല്ലേ? നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിന് അതിന് മുന്നേ എന്തായിരുന്നു എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഏതൊരു ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അഡീഷൻ എന്നുള്ളൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് സബ്ട്രാക്ഷൻ എന്നുള്ളൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ആടുണ്ടായിരുന്നു, പിറ്റേ ദിവസം നോക്കുമ്പോൾ 3 പേരെ കാണുന്നുള്ളൂ. എത്ര പേരെയാണ് നഷ്ടപ്പെട്ടെ എന്നറിയണ്ടേ? അതെങ്ങനെയാണ് ഈ സബ്ട്രാക്ഷൻ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അഡിഷൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആയിട്ടാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ഈസ് ആക്ച്വലി ദി ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് അഡിഷൻ. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ a - b എന്ന് പറയുന്ന ഒരു നമ്പർ, b നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 5 - 3 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ? ഏത് നമ്പറിനെ കൂട്ടി എക്സ് എന്നുള്ളൊരു റിസൾട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതോ ഒരു നമ്പറിനെ കൂട്ടി 3 ആഡ് ചെയ്തപ്പം 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എക്സിനെ പറയുന്ന പേരാണ് 5 - 3. ദാറ്റ് ഈസ് ഹൗ സബ്ട്രാക്ഷൻ ഇസ് ഡിഫൈൻഡ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത സബ്ട്രാക്ഷൻ? a - b എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു നമ്പർ എക്സിനോട് b ആഡ് ചെയ്തപ്പം a കിട്ടിയെങ്കിൽ ദിസ് എക്സ് ഇസ് നോൺ ആസ് a - b. ദാറ്റ് ഈസ് ഹൗ സബ്ട്രാക്ഷൻ ഇസ് ഡിഫൈൻഡ്. അങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെ ഡിഫൈൻ ചെയ്തപ്പോഴത്തേക്കും ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് കുറച്ചാൽ നാച്ചുറൽ നമ്പർ തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കിയാൽ എപ്പോഴും അങ്ങനെയല്ല. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ 1 - 1 എന്താണ്? 1 - 1 ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു നമ്പർ എക്സ് നോട് കൂടി 1 ആഡ് ചെയ്താൽ 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് പറയുന്ന പേരാണ് 1 - 1. അപ്പോൾ ഈ സെറ്റിലുള്ള നമ്പേഴ്സ് മാത്രമേ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൂ. ആകെ നമ്മുടെ അടുത്ത് കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. വേറെ നമ്പേഴ്സൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും കൂടെ 1 ആഡ് ചെയ്ത് നോക്കിക്കേ. 1 + 1, 2 + 1, 3 + 1, ഇങ്ങനെ ഈ സെറ്റിൽ ഏത് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ടായിട്ട് എന്തൊക്കെ കിട്ടാം? 2ഓ 3ഓ 4ഓ 5ഓ 6ഓ അതിന് വലുതായിട്ടുള്ള ഏത് നമ്പർ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരിക്കലും 1 കിട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ് ഈ സെറ്റിലില്ല, അല്ലെങ്കിൽ 1 - 1 എന്നുള്ള ഒരു നമ്പർ ഈ സെറ്റിലില്ല. അങ്ങനെ 1 - 1 അല്ലെങ്കിൽ 2 - 2, 3 - 3, ഒരു നമ്പറിൽ നിന്ന് അത് തന്നെ കുറയ്ക്കുന്ന കിട്ടുന്ന നമ്പർ, അങ്ങനെ ഒരു നമ്പർ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശൂന്യം, ഒന്നുമില്ലാത്ത അവസ്ഥ. 2 ആടുണ്ടായിരുന്ന രണ്ടും പോയി, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ശൂന്യത അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത എംപ്റ്റിനെസ്സിനെ കാണിക്കാൻ, ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യക്കാർ തന്നെയാണ് 0 എന്നുള്ള ഈ കുഞ്ഞ് സർക്കിൾ വെച്ചിട്ട് നമ്മൾ ആ 0 എന്നുള്ള ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആ നമ്പർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യക്കാരാണ്. ഇപ്പോൾ ഇൻഡോ അറബ് ന്യൂമറൽസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ആക്ച്വലി സത്യാവസ്ഥ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ നമ്പർ 0 എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ 0 എന്നുള്ളൊരു നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 0യും കൂടി നമുക്ക്
നമുക്ക് ഓൾറെഡി 1 ഉം 2 ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 0യും കൂടെ കൂട്ടിച്ചേർത്തപ്പോഴത്തേക്കും ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ പറയാം ഹോൾ നമ്പേഴ്സ് എന്നാണ്. ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സും കൂടാതെ 0 എന്നുള്ളൊരു നമ്പറും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സെറ്റാണ് ഹോൾ നമ്പേഴ്സ്. ഈ ഹോൾ നമ്പേഴ്സിലെ നമുക്ക് നോക്കിയാൽ അറിയാം ഏത് രണ്ട് ഹോൾ നമ്പറിനെ ആഡ് ചെയ്താൽ ഒരു ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുക. പക്ഷേ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഒരു ചെറിയ നമ്പറിൽ നിന്ന് ഒരു വലിയ നമ്പർ കുറച്ചാൽ, ഫോർ എക്സാമ്പിൾ 2 - 5. 2 - 5 ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു നമ്പർ എക്സിനോട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം 2 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സിന് പറയുന്ന പേരാണ് 2 - 5. ഈ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സും ഉണ്ട്, 0യും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിനോടുകൂടിയൊക്കെ 5 കൂട്ടി നോക്കുക. 5 കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണേ 5ഓ 6ഓ 7ഓ 8ഓ ഒക്കെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് 5നേക്കാളും ചെറിയ ഒരു നമ്പർ കിട്ടില്ല. ഒരിക്കലും നിങ്ങൾക്ക് 2 കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ് ഈ സെറ്റിലില്ല. ഇങ്ങനെ ഒരു എക്സ് ഈ സെറ്റിൽ ഇല്ല. സോ ദാറ്റ് ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുന്നത്. അതായത് 0നേക്കാളും ചെറിയ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും എന്താണ് ഡിനോട്ട് ചെയ്യുക? 0നേക്കാൾ 1 യൂണിറ്റ് കുറവുള്ള ഒരു അവസ്ഥേനെ ഞാൻ -1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിനേക്കാൾ 1 യൂണിറ്റും കൂടെ കുറവുള്ള ഒരു അവസ്ഥേനെ ഞാൻ -2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. 1 യൂണിറ്റും കൂടെ കുറഞ്ഞതിനെ -3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഇൻറ്റീജേഴ്സും കൂടെ ചേർത്ത് ഈ സെറ്റിനെ നമ്മൾ ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് ഇൻറ്റീജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് ഇസെറ്റ് ഓർ ഇങ്ങനെയാണ് എഴുതാറ്. സെഹ്ലൻ എന്നുള്ളൊരു വേർഡിൻ്റെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസെറ്റ് എന്നുള്ള നൊട്ടേഷൻ ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിന് കൊടുത്തിരിക്കുന്നത്. ഈ സെറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ സെറ്റ് അഡീഷനിലും സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്. ഏത് രണ്ട് ഇൻറ്റീജർ ആഡ് ചെയ്താലും ഒരു ഇൻറ്റീജർ തന്നെ കിട്ടും. ഏത് രണ്ട് ഇൻറ്റീജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ തന്നെ കിട്ടും. ഇനി അഡീഷൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷനായിട്ട് സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെ അതിനുശേഷം നമുക്ക് റിപ്പീറ്റഡ് അഡീഷന് ഒരു ഓപ്പറേഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക. കാരണം ഒരു നമ്പറിനെ തന്നെ പല പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 2 + 2 ഓക്കെയാണ്, 4 ആണ്. 2 + 2 + 2 എന്ന് പറയാനും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ 2 തന്നെ ഞാനൊരു 10 പ്രാവശ്യം ആഡ് ചെയ്യണമെങ്കിൽ ഇത് പറയാനും ബുദ്ധിമുട്ടാണ് അല്ലേ, എഴുതാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 + 2 + 2 + അങ്ങനെ 10 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അല്ലെങ്കിൽ 50 പ്രാവശ്യം ഒരേ നമ്പർ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എഴുതാനും പറയാനൊക്കെ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ 10 പ്രാവശ്യം എഴുതുകയാണതിന് പകരം ഞാൻ 10 × 2 10 × 2 എന്ന് എഴുതാണ്. 10 × 2 എന്ന് പറഞ്ഞാൽ 2 + 2 + 2 + etc. 10 times. 2 + 2 + 2 etc. 2 10 times എന്നെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി 10 × 2 എന്ന് എഴുതി. പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചു ഈ 10 പ്രാവശ്യം 2 ആഡ് ചെയ്താലും 2 പ്രാവശ്യം 10 ആഡ് ചെയ്താലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് 10 + 10 അല്ലെങ്കിൽ 2 × 10 എന്ന് പറയുന്നതും 10 × 2 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഓപ്പറേഷൻ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും. ഇങ്ങനെ ഓർഡറിന് വ്യത്യാസം ഇല്ല എന്നുള്ളതിനാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുക. A × B is same as B × A. So that multiplication is commutative. A + B is same as B + A. So addition is also commutative. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു. നോക്കിയാൽ അറിയാം ഏത് രണ്ട് ഇൻറ്റീജറും. അപ്പോൾ നമ്മൾ ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം ഇതുപോലെ ആലോചിച്ചിട്ട് ചെയ്യുമ്പം സബ്ട്രാക്ഷൻ ആണെങ്കിലും നെഗറ്റീവ് നമ്പേഴ്സിനെ കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ നേരം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതതിന് മുന്നേ തന്നെ അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം തന്നെ വരും. ഈ സെറ്റിൽ സബ്ട്രാക്ഷൻ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും വീണ്ടും ഒരു നെഗറ്റീവ് നമ്പർ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ 3ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ഇടാം അല്ലേ. 3 - -2 എന്ന് പറയുന്നതും 3 + 2 എന്ന് പറയുന്നത് സെയിം ആണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ വരുമ്പോൾ പോസിറ്റീവ് നമ്പർ കിട്ടുമെന്നും പോസിറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നെഗറ്റീവ് നമ്പർ കിട്ടുമെന്നും 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ കിട്ടുമെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുമ്പം മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് ആലോചിച്ചു. ഇൻവേഴ്സിനെ കുറിച്ച് ഏത് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്താലും നമുക്കതിന് ഇൻവേഴ്സിനെ കുറിച്ച് ആലോചിക്കാതെ നിവർത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 6/3 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണം, എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇത് ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഏതോ ഒരു നമ്പറിനോട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടിയെങ്കിൽ ഈ എക്സിനെ പറയുന്നതാണ്
6/3. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇൻറ്റീജേഴ്സ് മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. സോ ദിസ് ഇസ് 2. 6/3 is 2. കാരണം 2 × 3 6 ആയതുകൊണ്ടാണ് 6/3 2 ആണെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു ഇൻറ്റീജറിനെയും വേറൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു ഇൻറ്റീജർ ഈ സെറ്റിലെ തന്നെ എലമെൻറ്റ് കിട്ടുമോ? ഈസ് ദിസ് സെറ്റ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ മനസ്സിലായി ഈ സെറ്റ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. കാരണം ഒരു ഇൻറ്റീജറിനെ വേറൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എപ്പോഴും ഒരു ഇൻറ്റീജർ തന്നെ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ 1/2 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണ്. 1 ഒരു ഇൻറ്റീജറാണ്, 2 ഒരു ഇൻറ്റീജറാണ്. 1/2 ഈ സെറ്റിലെ തന്നെ ഒരു ഇൻറ്റീജർ ആണോ? 1/2 ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് എന്നുള്ള ഒരു നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 1 കിട്ടി. ആ എക്സിനെയാണ് 1/2 എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ ഈ സെറ്റിലുണ്ടോ? ഈ സെറ്റിലുള്ള ഏത് നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് കിട്ടാവുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 0 വേണമെങ്കിൽ കിട്ടാം. 0നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. 1നെ ആണെങ്കിൽ പിന്നെ കിട്ടാവുന്ന നമ്പേഴ്സ് 2, 4, 6 അല്ലേ? പോസിറ്റീവും നെഗറ്റീവും വരാം. +or-2, +or-4, +or-6, +or-8, +or-10, etc. You will never get 1 as the answer. So such a number does not exist in this set. ഈ സെറ്റിൽ ഇങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പോൾ ദിസ് സെറ്റ് ഇസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഇനി ഇങ്ങനത്തെ നമ്പേഴ്സിനെയും കൂടെ ഞാൻ പുതിയതായിട്ട് എഴുതുകയാണ്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഒരു ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ വേറൊരു ഇൻറ്റീജർ. എങ്ങനെ വേണമെങ്കിലും വരാം. ഇൻറ്റീജർ മുകളിൽ ന്യൂമറേറ്റർ വലുതാവാം, ഡിനോമിനേറ്റർ വലുതാവാം. ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം ഒരു നമ്പർ ഡിവൈഡഡ് ബൈ അതേ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതോ ഒരു നമ്പറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എ തന്നെ കിട്ടി. അപ്പോൾ നമുക്കറിയാം 1നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെയാണ് കിട്ടുക. അപ്പോൾ 1 ആണ്, ഈ നമ്പർ 1 ആണ്. അപ്പോൾ ഇൻറ്റീജർ 2/3 ആവാം, 3/2 ആവാം, 15/13 ആവാം, 15/3 ആവാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് ഇതെല്ലാം പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഒരു ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ വേറൊരു ഇൻറ്റീജർ എന്നുള്ള ഫോമിലെ നമ്പേഴ്സിനെ പറയുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്നാണ്. ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ക്യൂ, set of all rational numbers. Q എന്ന് പറഞ്ഞാൽ എന്താണ്? This is the set of all numbers of the form P by Q, where P and Q are integers. Integers എന്ന് വെച്ചാൽ they belong to Z. And Q is non-zero. കാരണം Q 0 ആണെങ്കിൽ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 2/0 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഏതോ ഒരു നമ്പർ എക്സിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 കിട്ടി. ആ എക്സിനെയാണ് 2/0 എന്ന് പറയാം. ഒരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2ഓ 3ഓ വേറെ ഏത് നോൺ സീറോ നമ്പറും കിട്ടില്ല. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ആ ഒരു ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് 0 തന്നെ കിട്ടുള്ളൂ. സോ എക്സ് ഇൻറ്റു 0 ഇസ് നെവർ എ നോൺ സീറോ നമ്പർ. ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻ ചെയ്യുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമിലെ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമ്മൾ എന്തെന്ന് വിളിച്ചു? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. ആ സെറ്റിനെ നമ്മൾ ക്യൂ, സ്ക്രിപ്റ്റ് ക്യൂ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി റാഷണൽ നമ്പറിനെ നോക്കും. അപ്പം റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്നുള്ള ഫോമിലെ നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് 22/7 അതൊരു ഇറാഷണൽ നമ്പറാണോ? അല്ല, 22/7 എന്നുള്ളത് ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. 22 is an integer, 7 is also an integer. So 22/7 is clearly a rational number. ഇതൊരു റാഷണൽ നമ്പർ തന്നെയാണ്. ഏത് ഇൻറ്റീജറിനെയും വേറൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് റാഷണൽ നമ്പർ തന്നെയാണ്. ഇനി ഒരു റാഷണൽ നമ്പറിനെ നമുക്ക് ഈ എഴുതിയിരിക്കുന്ന റെപ്രസെൻറ്റേഷനെ പറയുന്നത് ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ ഇൻറ്റീജർ. P/Q എന്ന പിയും ക്യൂവും നമ്പേഴ്സ് ആണെങ്കിൽ P/Q എന്നുള്ള ഫോമാറ്റിലുള്ള എക്സ്പ്രഷനെ പറയുന്നതാണ് ഫ്രാക്ഷൻ. ഇനി ഏതൊരു റാഷണൽ നമ്പറിനെയും എനിക്ക് ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ മാത്രമല്ല ഡെസിമൽ ആയിട്ട് എഴുതാൻ പറ്റും. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ്. 0.1 എന്നുള്ള നൊട്ടേഷൻ 1/10 ഡിനോട്ട് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ പുതിയതായിട്ടൊരു നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വി ഡിനോട്ട് 1/10 by 0.1. സോ ഒരു നമ്പർ ഇൻറ്റു ഇപ്പോൾ 2 × 1/10 എന്നുള്ളതിന് നമ്മൾ 2.1 എന്ന് എഴുതും. സോറി, തെറ്റിപ്പോയിട്ട് ഞാൻ പറഞ്ഞത്. 2 + 1/10 എന്നുള്ളതിന് ഞാൻ 2.1
0.1 2.1 എന്ന് എഴുതും. ഓക്കെ, ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്രാക്ഷനെയും, ഫോർ എക്സാമ്പിൾ 1/2 എന്നുള്ള നമ്പർ, 1/2നെ എനിക്ക് വേണമെങ്കിൽ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 10 ആക്കാം. അപ്പോൾ 5/10 എന്ന് എഴുതാം. 5/10 എന്ന് പറഞ്ഞാൽ എനിക്ക് 5 ഇൻറ്റു 1/10 എന്ന് എഴുതാം. 5 ഇൻറ്റു 1/10 എന്ന് വെച്ചാൽ 5 ഇൻറ്റു 0.1, 5 ഇൻറ്റു 0.1 എന്ന് വെച്ചാൽ 0.5. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഏത് നമ്പറിനെയും എനിക്ക് ഒരു ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷൻ മാത്രമല്ല, എനിക്ക് ഡെസിമലായിട്ടും ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ ഡെസിമലായിട്ട് ഒരു റാഷണൽ നമ്പറും ഡിനോട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഏതൊരു റാഷണൽ നമ്പറിൻ്റെയും ഡെസിമൽ എക്സ്പാൻഷൻ എഴുതിയാൽ ഒന്നുകിൽ ഇതുപോലെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസേ വരുള്ളൂ. 0.123 എന്നോ 3.1415 എന്നോ അങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസേ വരുന്നുള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്യണം. ചിലത് ഫോർ എക്സാമ്പിൾ 1/3 ഒക്കെ പോലത്തെ ചിലത് എന്ത് പറ്റും, 1/3 ഒന്ന് എഴുതി നോക്കിക്കേ. എങ്ങനെയാണ് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എഴുതുവാണെങ്കിൽ 3 times 9, 1, 3 times again 9, 10, 3 times, you will get 0.333333 etc. ഇതിനെ നമ്മൾ എഴുതാറ് എന്താണ്, 0.3 എഴുതിയിട്ട് യൂഷ്വലി ഇവിടെ ഒരു ഡോട്ട് ഇടാറുണ്ട്. അതായത് 3 എന്നുള്ളത് റിപ്പീറ്റ്സ് ഇൻഡെഫിനിറ്റ്ലി എന്ന് മീൻ ചെയ്യണേ. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നത്, ഡെസിമൽ നമ്പർ ഏതൊരു റാഷണൽ നമ്പറിനെ, ഒരു ഇൻറ്റീജറിനെ വേറൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ആയിട്ട് എഴുതിയാൽ ആ ഡെസിമൽ എക്സ്പാൻഷൻ ഐദർ ടെർമിനേറ്റ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്ലേസസ് or a particular digit or a pattern of digits recurs indefinitely. Okay, say for example 0.123 എന്നുള്ളത് 0.123 123 123 etc. ഇങ്ങനെ വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ 0.123454545545 etc. These are all റാഷണൽ നമ്പേഴ്സ്. നിങ്ങൾക്ക് ഇതിനെയൊക്കെ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻറ്റീജർ ബൈ അനദർ ഇൻറ്റീജർ എന്നുള്ള ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻസേ റാഷണൽ നമ്പറിന് വരുള്ളൂ. എന്താണ്, ഐദർ terminates after a finite number of decimal places or a particular pattern of digits repeats indefinitely. ഇനി ഇത് രണ്ടും അല്ലാത്ത ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള നമ്പർ, അതായത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള നമ്പേഴ്സിനെ നമ്മൾ പുതിയതായിട്ടൊരു പേര് വിളിച്ചു ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഇറാഷണൽ നമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനത്തെ നമ്പർ ഇത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം എന്താണ്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആയിട്ട് ഡിവിഷൻ ഡിഫൈൻ ചെയ്തു. റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന് നമ്മൾ പുതിയതായിട്ട് ഒരു ഓപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ ഞാൻ 2 ഇങ്ങനെ ഒരു 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാനും പറയാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ ഞാൻ വേറൊരു ഓപ്പറേഷനായിട്ട് പവറായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അത് ഡിഫൈൻ ചെയ്തു 2 raised to 10. 2 raised to 10 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 2 is multiplied 10 times എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തു. എന്ത്, nth പവർ a raised to n എന്ന് പറഞ്ഞാൽ a into etc. into a n ടൈംസ്. ഇതിനെയാണ് നമ്മൾ nth പവർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏതൊരു റാഷണൽ നമ്പറിനെയും, ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് കുറേ പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഏത് രണ്ട് റാഷണൽ നമ്പറിനെ ആഡ് ചെയ്താൽ റാഷണൽ നമ്പർ തന്നെ കിട്ടുക. ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ, ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ, ക്ലോസ്ഡ് അണ്ടർ nth പവർ. ഇനി ഈ nth പവർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും അല്ലേ. ഇനി ഇൻവേഴ്സ് ഓപ്പറേഷന് പറയുന്നതാണ് nth റൂട്ട്. nth റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്തപ്പോൾ 4 കിട്ടി, അതിനാണ് ഈ നമ്പറിനാണ് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുക. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഏതോ ഒരു നമ്പറിനെ ക്യൂബ് എടുത്തപ്പോഴത്തേക്കും, അതായത് പവർ റേസ് ടു ദ പവർ 3 ചെയ്തപ്പോഴത്തേക്ക് 8 കിട്ടി. ഈ നമ്പറിനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇങ്ങനെ nth റൂട്ട് nth പവറിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തപ്പം nth റൂട്ട് എന്നുള്ള ഓപ്പറേഷനിൽ നമ്മളുടെ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇസ് നോട്ട് ക്ലോസ്ഡ്. കാരണം ഫോർ എക്സാമ്പിൾ റൂട്ട് ടു എന്ന് പറഞ്ഞൊരു നമ്പർ അവിടെ ഉണ്ടോ, റാഷണൽ നമ്പർ ആണോ? ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ റൂട്ട് ടു എന്നുള്ളത് റാഷണൽ നമ്പർ, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടുത്തെ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നേരത്തെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേ, ഓരോ നമ്പർ എടുത്തിട്ട് എന്താണ് റൂട്ട് ടുവിൻ്റെ അർത്ഥം? റൂട്ട് ടുവിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ എക്സിനെ സ്ക്വയർ ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഓരോ നമ്പർ എടുത്തിട്ട് സ്ക്വയർ ചെയ്ത് 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇതിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഈ നമ്പേഴ്സ് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഇപ്പോൾ 2 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന തന്നെ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ്, 1/2, 2/2, 3/2, 4/2, 5/2, 6/2 എക്സെട്ര. 3 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഇതുപോലെ തന്നെ ഇൻഫിനിറ്റ്ലി മെനി, 4 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഇതുപോലെ തന്നെ ഇൻഫിനിറ്റ്ലി മെനി. ഇതെല്ലാം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് സ്ക്വയർ കിട്ടുമ്പോൾ 2 കിട്ടുന്നോ എന്ന് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ റൂട്ട് ടു റാഷണൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ആ സെറ്റിലുണ്ടോ എന്നറിയാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ റൂട്ട് ടു എന്ന് പറഞ്ഞൊരു നമ്പർ റാഷണൽ നമ്പർ ആണ് എന്ന് വിചാരിച്ചാൽ റൂട്ട് ടുവിനെ എനിക്ക് p/q എന്ന് എഴുതാൻ പറ്റും, where p and q are integers. ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനിൽ ഒരു പ്രശ്നമുണ്ട്. 1/2നെ തന്നെ 2/4 എന്ന് എഴുതാം, 3/6 എന്ന് എഴുതാം. അപ്പോൾ അതിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്രിമിറ്റീവ് ഫോമിൽ എഴുതുന്നതിനാണ്, കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത ഫോമിൽ എഴുതുന്നതിനെയാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുക. അപ്പോൾ ഏതൊരു റാഷണൽ നമ്പറിനെ എനിക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായിരിക്കും എടുക്കേണ്ടത്. കാരണം ബാക്കി പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം മാത്രം എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ടുവിനെ നമുക്ക് p/q എന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കിതിനെ സ്ക്വയർ ചെയ്ത് അറിയാം. p²/q² എന്ന് പറയുന്നത് 2 ആണ്. അല്ലെങ്കിൽ p² എന്ന് പറയുന്നത് 2q² ആണ്. 2 ടൈംസ് ഒരു നമ്പർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഈവൺ നമ്പർ എന്ന് പറയും. അതായത് p² എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. നോക്കിയാൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഈവൺ നമ്പേഴ്സിൻ്റെയാണ് സ്ക്വയർ ചെയ്താൽ ഈവൺ നമ്പർ കിട്ടുള്ളൂ. ഒരു ഓഡ് നമ്പറിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? ഓഡ് നമ്പർ തന്നെ കിട്ടുക. കാരണം വേറെ ഒന്നുമല്ല, ഈവൺ നമ്പറിലാണ് എന്താ 2ൻ്റെ ഫാക്ടേഴ്സ് ഉള്ളൂ. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2ൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു നമ്പറിൻ്റെ അകത്ത് 2 എന്നുള്ള ഫാക്ടേഴ്സ്, 2ൻ്റെ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 2ൻ്റെ ഫാക്ടേഴ്സ് ആ നമ്പറിലില്ല. അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ 3 × 2 എന്ന് എഴുതാം. അപ്പോൾ 6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 × 2 × 3 × 2 അല്ലേ. അപ്പോൾ 2ൻ്റെ ഫാക്ടേഴ്സ് ഇല്ലാത്തൊരു നമ്പറിനെ 2ൻ്റെ ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 21 എന്നുള്ള നമ്പറിനെ 7 × 3 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 7 × 3 × 7 × 3. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിൻ്റെ അകത്ത് 2ൻ്റെ ഫാക്ടേഴ്സ് ഇല്ലാത്തൊരു നമ്പറിനെ സ്ക്വയർ ചെയ്താലും സ്ക്വയറിലും 2ൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈവൺ നമ്പേഴ്സിൻ്റെ മാത്രമേ സ്ക്വയർ ഈവൺ ആവുള്ളൂ, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്താവില്ല? ഈവൺ ആവില്ല. അപ്പോൾ p² എന്നുള്ള ഈവൺ നമ്പർ ആണെന്ന് പറഞ്ഞാൽ p എന്ന് പറയുന്നതും ഈവൺ ആണ്. p ഈവൺ ആണെങ്കിൽ pനെ നമുക്ക് 2 ടൈംസ് സംതിങ് എന്ന് എഴുതാം. p × 2 p = 2m എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല, ഞാനൊന്ന് ജസ്റ്റ് എങ്ങനെയാണെന്ന് പറയാണ്. p എന്നുള്ള 2m എന്ന് എഴുതാം. p എന്നുള്ള 2m എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എഴുതിയേക്കുന്നതിനെ 2mൻ്റെ സ്ക്വയർ, അതായത് 4m² / q² എന്ന് എഴുതാം. 4m² / q² is 2. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം. 2q² എന്ന് പറഞ്ഞാൽ 4m² ആണ്, അല്ലെങ്കിൽ q² എന്ന് പറഞ്ഞാൽ 2m² ആണ്. അതായത് q² ഈവൺ ആണ്. q² ഈവൺ ആണെങ്കിൽ q is ഈവൺ. അപ്പോൾ നമുക്കൊരു പ്രശ്നം കോൺട്രഡിക്ഷൻ വന്നു, അതായത് pയും qവും രണ്ടും ഈവൺ ആണ്. അത് നമ്മൾ എടുത്ത ആദ്യത്തെ അസംഷനോട് ഒരു കോൺട്രഡിക്ഷനാണ്. കാരണം ആദ്യം നമ്മൾ പറഞ്ഞു റൂട്ട് ടുവിൻ്റെ പ്രിമിറ്റീവ് ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് p/q. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിയും ക്യൂവും രണ്ടും ഈവൺ ആണ്, എന്ന് വെച്ചാൽ രണ്ടിനും 2 എന്നുള്ളൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ റൂട്ട് 2 എന്ന് പറയുന്നതിന് എനിക്കിങ്ങനെ p/q എന്നുള്ള ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല, അതായത് അത് ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമിലുള്ള നമ്പർ അല്ല, അതല്ലെങ്കിൽ അതൊരു റാഷണൽ നമ്പർ അല്ല. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന, റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനെ പറയുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഒരു ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമിൽ എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ
അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള നമ്പേഴ്സിനെയാണ് എന്തു പറയുക, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇങ്ങനത്തെ നമ്പേഴ്സ് പ്രകൃതിയിലും അതുപോലെ തന്നെ പല നാച്ചുറൽ ഫിനോമിനയിലും കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ഓഫ് ഓപ്പറേറ്ററിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ കോൺസ്റ്റൻറ്റുകളായിട്ട് ഈ നമ്പേഴ്സ് പ്രകൃതിയിലും പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് ഇറാഷണൽ ആണെന്ന് ഉറപ്പും ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ ഫോർ എക്സാമ്പിൾ പൈ എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനത്തെ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നോട്ടേഷൻസ് മാത്രമാണ്. പൈ എന്ന് പറയുന്ന നമ്പർ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ ഉണ്ട്, അതിന് അപ്രോക്സിമേറ്റ്ലി 3.14 എന്ന് പറയാമെങ്കിലും അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിങ്ങും നോൺ റെക്കറിങ്ങുമായിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എത്രത്തോളം ഡെസിമൽ എക്സ്പാൻഷൻ വേണമെങ്കിലും എനിക്ക് എഴുതാൻ പറ്റും. ഡെസിമൽ പ്ലേസസ് വേണമെങ്കിൽ പുതിയതായിട്ട് ഓരോ ദിവസം തോറും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയും അതുപോലെ തന്നെ നമ്പറാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്ന് പറയുന്ന ഇതൊരു ആൽഫബറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. ഇപ്പോൾ പൈ എന്ന് പറയുന്ന നമ്പർ ഏതൊരു സർക്കിളിൻ്റെയും പെരിമീറ്റർ ബൈ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ എത്ര വലിയ സർക്കിൾ എടുത്താലും ചെറിയ സർക്കിൾ എടുത്താലും അതിൻ്റെ നിങ്ങൾ പെരിമീറ്റർ അളന്ന് നോക്കി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡയമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ സർക്കിൾസ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ദാറ്റ് റേഷ്യോ ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. ആ നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈ. ആ പൈ എന്ന് പറയുന്നത് 22/7 3.14 അല്ല, ദേ ആർ ജസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂസ്. 22/7 എന്ന് പറഞ്ഞാലും 3.14 എന്ന് പറഞ്ഞാലും എന്താണ്, റാഷണൽ നമ്പറാണ്. കാരണം 22/7 22 ഇൻറ്റീജറാണ്, 7 ഇൻറ്റീജറാണ്. അപ്പോൾ 22/7 ഒരു റാഷണൽ നമ്പറാണ്. അതുപോലെ 3.14 ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അതും ഒരു റാഷണൽ നമ്പറാണ്. പക്ഷേ പൈ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന നമ്പർ എക്സാക്ട്ലി അതല്ല. അങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെല്ലാം പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഇറാഷണൽ നമ്പേഴ്സിനെയും ഡിനോട്ട് ചെയ്യുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെ ക്യൂ കോംപ്ലിമെൻ്റ് എന്നാണ്, സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയും കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഈ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, റിയൽ നമ്പേഴ്സിനും ക്യൂ യൂണിയൻ ക്യൂ കോംപ്ലിമെൻറ്റ്, ക്യൂവിലെ എലമെൻറ്റ്സ് റാഷണൽസും ഇറാഷണൽസും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളിൽ ഇറ്റ്സ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ, ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ, ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഏത് രണ്ട് റിയൽ നമ്പറും ആഡ് ചെയ്താലും നിങ്ങൾക്ക് റിയൽ നമ്പർ തന്നെ കിട്ടുക, സബ്ട്രാക്ട് ചെയ്താലും റിയൽ നമ്പർ കിട്ടുക, മൾട്ടിപ്ലൈ ചെയ്താലും റിയൽ നമ്പർ കിട്ടുക, ഡിവൈഡ് ചെയ്താലും റിയൽ നമ്പർ കിട്ടുക, പവർ എടുത്താലും nth പവർ എടുത്താലും റിയൽ നമ്പർ കിട്ടുക. nth റൂട്ട് എടുക്കുമ്പം it's not closed under that operation. For example, square root of -1. Square root of -1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? Square root of -1 means a number x whose square is -1. And you can see that in a real number, negative number into negative number ചെയ്താലും ഒരു നമ്പർ, ആ നമ്പർ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എ എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എ ഇൻറ്റു എ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എ പോസിറ്റീവ് ആണെങ്കിൽ. ഇനി എ നെഗറ്റീവ് ആണെങ്കിലും എ ഇൻറ്റു എ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോഴത്തേക്കും എഗെയിൻ യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിലും നെഗറ്റീവ് നമ്പർ ആണെങ്കിലും സ്ക്വയർ ചെയ്താൽ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടുന്നില്ല. സോ ദാറ്റ് സച്ച് ആൻ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ആർ. ഇങ്ങനെ ഒരു എക്സ് ആറിലില്ല. റിയൽ നമ്പർ സിസ്റ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ് ആർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്, ഈ സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ദാറ്റ് ഓപ്പറേഷൻ nth റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് -1 റിയൽ നമ്പേഴ്സിലില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ പോളിനോമിയൽ ഇക്വേഷൻസിന് എല്ലാത്തിനും ഒന്നും റിയൽ നമ്പേഴ്സിൽ സൊല്യൂഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ x²+1, ഇപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെ x²+1 = 0 എന്നുള്ള ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ ഇൻ ആർ. കാരണം എന്താണ്? x²+1 ഒരിക്കലും റിയൽ വാല്യൂ ഫോർ നോ സൊല്യൂഷൻ ഇൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ ഒരിക്കലും x²+1 0 ആവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ആറിൽ അങ്ങനെ എല്ലാ പോളിനോമിയൽ ഇക്വേഷനും ആറിൽ സോൾവബിൾ അല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈ നമ്പർ സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യാണ്.
അതായത് സ്ക്വയർ റൂട്ട് ഓഫ് -1ഉം അതിൻ്റെ മൾട്ടിപ്പിൾസും കൂടി ആഡ് ചെയ്ത് നമ്പേഴ്സ് എടുക്കുന്നു. അതായത് നമ്പേഴ്സ് ഓഫ് ദ ഫോം a plus ib, where a and b are real numbers and I means square root of -1. Okay, a യും b യും റിയൽ നമ്പേഴ്സ് ആണ്. I means I എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് -1 ഞാൻ I എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ഡിനോട്ടഡ് ബൈ സ്ക്രിപ്റ്റ് സി. സി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഇസ് ഓൾജിബ്രിക്കലി ക്ലോസ്ഡ്. അതായത് ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ നിങ്ങൾ എടുത്താലും ആഡ് ചെയ്താലും നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടുക, സബ്ട്രാക്ട് ചെയ്താലും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടുക, ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പർ ആയിട്ട്, ഡിവൈഡ് ചെയ്താലും ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട്, എന്ത് പവർ എടുത്താലും എന്ത് റൂട്ട് എടുത്താലും ഒക്കെ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സൂപ്പർ സെറ്റാണ് എന്ത്, നമ്മുടെ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിൻ്റെ സൂപ്പർ സെറ്റാണ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൻ്റെ സൂപ്പർ സെറ്റാണ് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. that is contained in set of all real numbers. Set all real numbers are contained in set of all complex numbers. കാരണം b equal to 0യും b equal to 0 ആകുമ്പോൾ a is a real number. So any real number is in C. It's also a complex number. ബി സീറോ ആകുമ്പോൾ എ പ്ലസ് ഐ ബിയിൽ ബി സീറോ ആകുമ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ റിയൽ നമ്പർ. എ പ്ലസ് ഐ ബിയിൽ എ സീറോ ആകുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് പ്യുവർലി ഇമാജിനറി നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് റിയൽ നമ്പർ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. And we have a very famous result which is a fundamental theorem of algebra which says that any polynomial equation of degree n is solvable in C. സിയിൽ ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ഹാസ് എക്സാക്ട്ലി n റൂട്ട്സ് ഇൻ സി കൗണ്ടിങ് ഇറ്റ്സ് മൾട്ടിപ്ലിസിറ്റീസ്. അത്രയാണ് നമ്മളുടെ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം ഏത് പോളിനോമിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക, ഇപ്പോൾ പറഞ്ഞ എല്ലാ ഓപ്പറേഷൻസിലും ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഓൾജിബ്രിക്കലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം കിട്ടി, ദാറ്റ് ഇസ് സി. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയത് വേറൊന്നുമല്ല, റിയൽ നമ്പേഴ്സിൻ്റെ വരെ നമുക്ക് ഒരു ഓർഡറും കൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഒരു ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റീജേഴ്സ് മാത്രമാണ്. അതല്ല ഏതൊരു റിയൽ നമ്പറിനെയും റാഷണൽ നമ്പർ ആയിക്കോട്ടെ ഇറാഷണൽ നമ്പർ ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വി യൂസ് ആൻ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു കറസ്പോണ്ടൻസ് നമ്മൾ പ്ലെയിനുമായിട്ട് കൊടുക്കാറുണ്ട്. പ്ലെയിനിലെ പോയിൻറ്റ്സിനെ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ എനിക്ക് ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ ഓർഡേർഡ് പെയറിനെ നമ്മൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് നൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. കോംപ്ലക്സ് പ്ലെയിനിലെ പോയിൻറ്റ്സ്, ഓർഡേർഡ് പെയർസ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ പ്ലെയിനിലെ പോയിൻറ്റ്സും ഈ കോംപ്ലക്സ് നമ്പറുമായിട്ട് എനിക്കൊരു 1-1 കറസ്പോണ്ടൻസ് പറയാൻ പറ്റുമെന്ന് മാത്രം. ഒരൊറ്റ ലൈനിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ചെറുത് വലുത് അങ്ങനെ ഒരു ഓർഡർ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റിൽ 1+2√3 ആണോ, അല്ലെങ്കിൽ 1+2i ആണോ, 2+i ആണോ, ഏതാണോ വലുത് ഏതാണ് ചെറുത്, അങ്ങനെ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡാണ്. റിയൽ നമ്പേഴ്സിൽ നിങ്ങൾ ഏതൊരു രണ്ട് നമ്പർ എയും ബിയും രണ്ട് റിയൽ നമ്പർ തന്നാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ a ലെസ് ദാൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ a ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, അതും അല്ലെങ്കിൽ a ഈക്വൽ ടു ബി ആയിരിക്കും. അതിനെ നമ്മൾ ട്രിക്കോട്ടമി പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അങ്ങനെ അതുപോലത്തെ ഒരു ഓർഡർ ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്പേഴ്സ്. ഇവിടെ വരെ അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.